നമ്മളെല്ലാവരും ഒരുപാട് യാത്ര ചെയ്യുന്നവരാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് വഴിയോരങ്ങളിൽ ഒരുപാട് മനോഹരമായ വീടുകൾ നമ്മൾ കാണാറുണ്ട്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഭംഗിയുള്ള വീടുകളുടെ ഫോട്ടോസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കും ഇതുപോലൊരു വീട് എനിക്കും ഉണ്ടാക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് മെട്രോ ടൈൽസിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരൂർ വൈലത്തൂർ വരിക്കോട്ടിൽ സഫീർ ഖാൻ്റെ വീടാണ്. ഈ വീടിൻ്റെ മുറ്റം 2x2 സൈസിലുള്ള താണ്ടൂർ സ്റ്റോണ് ആർട്ടിഫിഷ്യൽ ഗ്രാസോട് കൂടിയിട്ടാണ് വിരിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ പുറം ഭാഗത്തൊരു വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തുനിന്നൊക്കെ ആരെങ്കിലും വരുമ്പോൾ കാലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ ഷവർ കൂടെ അതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ലോങ് വ്യൂവിൽ ഈ വീട് കാണുമ്പോൾ അതിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നുന്ന ഒരു ഏരിയയാണ് ഈ ക്ലാഡിങ് ഒട്ടിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് പെയിൻറ്റിൽ ടെക്സ്ചർ ചെയ്തതായിട്ട് തോന്നും, അല്ലെങ്കിൽ നാച്ചുറൽ സ്റ്റോൺ ഒട്ടിച്ചതായിട്ടൊക്കെ തോന്നും. പക്ഷേ ഇത് നാച്ചുറൽ സ്റ്റോണും അല്ല, ടെക്സ്ചർ ചെയ്തതല്ല. ഇത് 2:1 സൈസിൽ വരുന്ന ഗ്രസ്റ്റോ കമ്പനിയുടെ ക്ലാഡിങ് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ മതിലിൽ 8 അടി ലെങ്ത്തിൽ 8 ഇഞ്ച് വീതിയിൽ ഓരോ കട്ടിങ് ഇട്ടിട്ടുണ്ട്. മതിൽ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അത് ഒരു ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാച്ചുറൽ സ്റ്റോണാണ് ആ ഗ്യാപ്പിൽ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ അവർ ഓൾറെഡി മുറ്റത്ത് വിരിച്ചിട്ടുള്ള കോട്ടാ സ്റ്റോണുമായിട്ട് മാച്ചിങ് ആക്കിയിട്ടാണ് ഈ ഗ്രീൻ കളർ എടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഇൻറ്റീരിയർ ടെക്സ്ചർ വരുന്നത് വുഡൻ ടെക്സ്ചറാണ്. വീട്ടിലേക്കുള്ള അധികം മെറ്റീരിയൽസ്, അതായത് ഡോറ് അങ്ങനെ എല്ലാം ഒരേ കളർ തീമിൽ വരുന്ന വുഡൻ ടെക്സ്ചറാണ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് മാച്ചിങ് ആക്കിയിട്ടാണ് അവരെ ഫാന് പോലും അവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിലും ഫസ്റ്റ് ഫ്ലോർ ആണെങ്കിലും ഫ്ലോർ ചെയ്തിട്ടുള്ളത് മോർച്ചാന എന്ന് പറഞ്ഞിട്ടുള്ള മോർച്ചാന ഗോൾഡിൽ വരുന്ന മാർബിളാണ്. ആ മാർബിൾ ഒരു ഡയമണ്ട് ഡിസൈൻ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നല്ലൊരു ഭംഗി കാണിക്കുന്നുണ്ട്. ഈ വീട്ടിൽ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ വീട്ടിലെ കിഡ്സ് ബെഡ്റൂമാണ്. ഇവിടെ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ട് നല്ലൊരു 2 ബെഡുകൾ, ഡുവലായിട്ടുള്ള ബെഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവർക്ക് സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക അറകളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കബോർഡുകളൊക്കെ ഒരു വുഡൻ കളറിലും, അതുപോലെ മറ്റ് ഭാഗങ്ങൾ അത് കർട്ടൺ ആണെങ്കിലും മറ്റുള്ളതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു കളറായ പിങ്ക് കളറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഡൈനിങ് ഹാളിലെ മെയിൻ ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഇത് പൊതുവെ നമ്മൾ ഡൈനിങ് ഹാളിലെ ബേസിൻ ടേബിൾ ടോപ്പൊക്കെ എടുക്കുന്ന സമയത്ത് 18 ഇഞ്ച് 16 ഇഞ്ച് വീതിയൊക്കെ ഉള്ള ബേസിൻസാണ് സെലക്ട് ചെയ്യാറുള്ളത്. ഇവിടെ ബേസിൻ സെലക്ട് ചെയ്തിട്ടുള്ളത് 14 ഇഞ്ച് വീതിയിൽ 28 ഇഞ്ച് നീളമുള്ള ബേസിനാണ്. സൊമാനി കമ്പനിയുടെ ഒരു ടേബിൾ ടോപ്പാണ്, സ്ക്വയറിലുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജോൺസൺ കമ്പനിയുടെ ഒരു സ്ക്വയറിലുള്ള ഗോൾഡ് ബോഡി ടാപ്പുമാണ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ പ്രെയർ റൂമാണിത്. പ്രെയർ റൂം ഒരു 4 പേർക്ക് ഒരുമിച്ച് നിസ്കരിക്കാവുന്ന രീതിയിലുള്ള ഒരു റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ബെഡ്റൂമിൻ്റെയും ഫ്ലോറ് ചെയ്തിട്ടുള്ളത് മോർച്ചാന ഗോൾഡ് മാർബിൾ തന്നെയാണ്. ഇനി നമ്മൾ ബാത്റൂം നോക്കുകയാണെങ്കിൽ ബാത്റൂമിൻ്റെ വാൾ ടൈൽ ചെയ്തിട്ടുള്ളത് ജോൺസൺ കമ്പനിയുടെ ഒരു കോട്ട ഗ്രീൻ ടച്ചിൽ വരുന്ന ഒരു ടൈലാണ് ചെയ്തിട്ടുള്ളത്, 4x2 സൈസിലുള്ളത്. അതുപോലെ തന്നെ ക്ലോസറ്റ് സോളക്സ് കമ്പനിയുടെ ബോക്സ് ടൈപ്പിൽ വരുന്ന ക്ലോസറ്റാണ് ചെയ്തിട്ടുള്ളത്. ഫിറ്റിങ്സുകളെല്ലാം ജോൺസൺ കമ്പനിയുടെ ഫിറ്റിങ്സാണ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് സൊമാനി കമ്പനിയുടെ കെല്ലീസ് സീരീസിൽ വരുന്ന 4x2 ടൈലാണ്. ഒരു ഡാർക്ക് പാറ്റേൺ കോർണറിൽ കൊടുത്തിട്ട് ബാക്കി എല്ലാം ലൈറ്റ് ഷെയ്ഡാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ നോക്കുകയാണെങ്കിൽ സ്റ്റെയറിൻ്റെ ടോപ്പിൽ പ്ലെയിൻ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റേസർ മാർബിൾ മോർച്ചാന തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട്. അത് പാർട്ടീഷനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൽ വെറ്റ് ഏരിയയിൽ ഡാർക്ക് കളർ 4x2 ലെബ്രോൺ സീരീസ് സൊമാനിയിൽ പെട്ട
ഒരു ബ്രൗൺ കളർ ടൈലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡ്രൈ ഏരിയയിൽ 4x2 സൈസിൽ തന്നെ ഒരു ഗ്ലോസി ടൈലാണ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അതും ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു പാർട്ടിൽ ഡാർക്ക് കളർ 4x2 ടൈലും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ലൈറ്റ് ഷെയ്ഡ് ജോൺസൺ കമ്പനിയുടെ 4x2 ടൈലുമാണ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിലേക്ക് അവർ കാർവിംഗ് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു സൈഡിൽ ഡാർക്ക് കളറായിട്ടും ഓപ്പോസിറ്റ് സൈഡിൽ ലൈറ്റ് ഷെയ്ഡായിട്ടാണ് കാർവിംഗ് ടൈൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. നമ്മുടെ വൈകുന്നേര സമയങ്ങളൊക്കെ നല്ലോണം കാറ്റും വെളിച്ചമൊക്കെ കൊണ്ട് നമുക്ക് ഒരു എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ് ഈ വീട്ടിലെ ബാൽക്കണി ഏരിയ വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ഡൈനിങ് ടേബിളിലേക്കുള്ളൊരു വ്യൂ ആണ് ഈ കാണുന്നത്. അതിൽ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഫാൻസി ലൈറ്റിൻ്റെ ഒരു ഭംഗി, അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇനി ഈ വീടിൻ്റെ കിച്ചണൊന്ന് നമുക്ക് കാണാം. മനോഹരമായൊരു കാഴ്ച തന്നെയാണ് ഈ വീടിൻ്റെ കിച്ചൺ. അക്വാ കളർ വൈറ്റ് കളർ മിക്സ് ചെയ്തിട്ടുള്ള കിച്ചൺ കബോർഡുകളും അതുപോലെ കിച്ചണിൻ്റെ നാനോ വൈറ്റിൽ ചെയ്തിട്ടുള്ള കൗണ്ടർ ടോപ്പ്, അതുപോലെ തന്നെ കിച്ചണിൻ്റെ ബോളിൽ ചെയ്തിട്ടുള്ള പ്ലെയിൻ വൈറ്റ് സൊമാനി 4x2 ടൈല്. ഇതിൽ തന്നെ കിച്ചണിൻ്റെ ഒരു കൗണ്ടർ വരുന്നുണ്ട്. 2 പേർക്ക് ഇരുന്ന് എന്തെങ്കിലും കഴിക്കാനൊക്കെ പറ്റിയ ഒരു കൗണ്ടർ കിച്ചണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു സ്പേസിനുള്ളിൽ ഇത്രയും മനോഹരമായി എല്ലാം ഒതുങ്ങുന്ന രീതിയിൽ ഫ്രിഡ്ജ് ആണെങ്കിലും സിങ്ക് ആണെങ്കിലും ഓവൻസ് ആണെങ്കിലും എല്ലാം ഒതുങ്ങുന്ന രീതിയിൽ ഉണ്ടാക്കിയ ഒരു കിച്ചൺ, അത് തന്നെയാണ് ഇവിടുത്തെ ആർക്കിടെക്റ്റിൻ്റെ ഒരു കലാവിരുത്. ഈ വീട്ടിലെ സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത് ലെതർ ഫിനിഷ് ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് കളറിലാണ് ഇത് വരുന്നത്. വൈറ്റ് മാർബിളിലേക്ക് മോർച്ചാനയിലേക്ക് മാച്ചിങ് ആക്കിയിട്ടാണ് ബ്ലാക്ക് എടുത്തിട്ടുള്ളത്. അത് ലപ്പോത്ര ലെതർ ഫിനിഷ് ആയതുകൊണ്ട് തന്നെ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പാവുന്ന തെന്നി വീഴുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ വീടിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കണം. ആദ്യം തന്നെ നന്ദി പറയാനുള്ളത് ഈ വീടിൻ്റെ ഓണർ സഫീർ ഖാനോടാണ്. അദ്ദേഹം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഇത്രയും മനോഹരമായ ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതിൽ മറ്റൊരു സന്തോഷമുള്ള കാര്യം, ഈ വീട്ടിലേക്കുള്ള A to Z മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ മെട്രോയിൽ നിന്നാണ്. ഇലക്ട്രിക്കൽ ആണെങ്കിൽ, സിമെൻ്റ് ആണെങ്കിൽ, പെയിൻ്റ് ആണെങ്കിൽ, ടൈൽസ് ആണെങ്കിൽ എല്ലാ മെറ്റീരിയൽസും മെട്രോയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. Metro, the end-to-end lifestyle solutions.